ഈ വഴിയിലൂടെയാണ് വീടുന്നാണല്ലോ അന്ന് പറഞ്ഞത്. ദേ മോനെ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൊച്ചിനോട് തല്ലുടിക്കുക, കൊച്ചിന്റെ സാധനങ്ങളൊന്നും എടുത്ത് കളിക്കരുത് കേട്ടാ. കളിക്കരുത്. ആ ആരോടാന്ന് ചോദിക്കുക. ആദ്യം അവിടെ ചേച്ചിക്കണ്ട, ചേച്ചിയോട് ചോദിക്കാം. ബാ ചേച്ചി, ഇവിടെ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഒരു വീട് വാർപ്പ് നടന്ന വീടുണ്ടായിരുന്നു, അതേതാണെന്ന് അറിയാവോ? ശാരദയുടെ മൂത്തമോന്റെ വീടാണോ? അയ്യോ, അതെനിക്കറിഞ്ഞൂടാ ചേച്ചി. അവളെ എൻ്റെ കൂടെ പഠിച്ചതാണ്. അവളുടെ ഭർത്താവ് ഷിപ്പിലാണ് ജോലി ചെയ്യണത്. അത് ഈ വളവ് കഴിഞ്ഞ ആദ്യത്തെ വീട്. ആ ശരി ചേച്ചി. ആ ഇത് തന്നെ അവര് പറഞ്ഞ വീട്. ചെല്ലടാ, കോളിമ്പലടിച്ചേ. ഓ ഓ ഗമേ, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഇത് ആരാണെന്നാവോ ഈ നേരത്ത്? വല്ല പിരിവുകാരായിരിക്കും. ഓ അമ്മേ, ഞാനാണ്, സിമിയാണ്. ആ ആ വരണ് കേട്ടാ. എനിക്ക് ഈ കുറ്റിയുടെ അവിടം വരെ കയ്യെത്തൂല, ഞാൻ അവളെ വിളിക്കാം. എടി മോളെ, എടി ദേ അവളില്ലേ പണ്ടത്തെ നിന്റെ കൂട്ടുകാരി സിമി, ദേ അവള് വന്നേക്കണ്. അവളെന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ആർക്കറിയാം എന്തിനാണ് അവള് വന്നേക്കണേന്ന്? ഞാനാണെങ്കിൽ ജെല്ലിക്കൂടെ വല്ല പിരിവാരായിരിക്കും വിചാരിച്ചപ്പോൾ അത് കുളിഞ്ഞു നോക്കിയപ്പോൾ അവളെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ തുറക്കാതിരിക്കാൻ പറ്റുമോ? നീ അങ്ങനെ ചെന്ന് തുറന്നു കൊടുക്ക്. ആ ചിലപ്പേ അവളുടെ അനിയത്തിയുടെ കല്യാണത്തിന് വല്ല സഹായം ചോദിക്കാൻ വന്നായിരിക്കും. അവളുടെ അനിയത്തിയുടെ കല്യാണം ഒന്ന് പറയുന്നുണ്ടായിരുന്നു. ദേ അവളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തരാന്നാ അല്ലെങ്കിൽ ശരിയാക്കാന്നൊന്നും പറഞ്ഞേക്കരുത്. ഇപ്പം വീട് പണിയൊക്കെ കഴിഞ്ഞ് ടൈറ്റാണെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതി. ബാക്കി വേണമെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. അത് ഞാൻ പറഞ്ഞോളാം. ആ എന്നാ വാ. ആ സുഖാണോടാ? ആ സുഖം തന്നെ. കേറി വാ മോനെ. ആ കാലൊന്നേ നന്നായിട്ട് ആ ചവിട്ടി തുടച്ചിട്ട് കയറി വാട്ടാ. പുതിയ വീടല്ലേ, തുടച്ച് ഇപ്പം അങ്ങോട്ട് പോയുള്ളൂ. മോനെ, കാല് നന്നായിട്ട് തുടക്ക്, എന്നിട്ട് കയറി വാട്ടാ. വാ വാ ഇരിക്ക്. നിന്റെ വീട് കണ്ടുപിടിക്കാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി കേട്ടോ. എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടി ഇങ്ങോട്ട് വന്നത്? ഞാൻ തമാശ പറഞ്ഞാണമ്മേ. ആ ഞാനും തമാശ പറഞ്ഞാണ് സിമി മോളെ. തുമ്പിക്കുട്ട, ആൻറ്റിനെ അറിയോ? എന്നാലും എൻ്റെ മോളെ, നീ എന്നെ പാർപ്പിന് വിളിച്ചില്ല കേട്ടാ. പാർപ്പിന് ഞാൻ വേറെ ആരും വിളിച്ചില്ലടി, സ്വന്തക്കാരെ മാത്രമേ വിളിച്ചുള്ളൂ. ആ വീടൊന്നും ഞാൻ കണ്ടില്ല, ഞാൻ ഒന്ന് വീട് കാണട്ടെ. മോനിവിടെ ഇരിക്കട്ടാ. എടി ഇവളീ വീട് എങ്ങനെ കണ്ടുപിടിച്ചടി? അതെ, ഒരു അമ്പലത്തിൽ പോയപ്പോ വീട് പണ്ട് കാര്യമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു, അത് ഓർത്ത് വെച്ചുകൊണ്ട് വന്നേക്കണാണ്. ഇവളെങ്ങനെ ഈ വീട് കണ്ടുപിടിച്ചെന്നാവോ? ആ ഇത് കൊള്ളാല്ല, നല്ല രസമുണ്ടല്ല. ഇതെവിടെ നിന്നാടി മേടിച്ചത്? എവിടെ നിന്ന് മേടിച്ചാന്ന് അറിഞ്ഞിട്ട് അവിടെ പോയി മേടിക്കാനാണാ? അല്ല, മേടിക്കണേന് കുഴപ്പമില്ല. നിന്റെ വീട്ടിൽ എവിടെ വെക്കും? ആകെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായ വീട്ടിൽ ഇതും കുപ്പി ഗ്ലാസിന്റെ പാത്രം കൊണ്ട് വെച്ചിട്ട് എന്തിനാണത്? അല്ല, നല്ല ഭംഗിയുണ്ടേ. അപ്പം അത് എവിടെ നിന്നാണ് മേടിച്ചതെന്ന് ചോദിച്ചാണ്. ഈ വീട്ടിലെ മിക്ക സാധനങ്ങളും ഞാൻ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്തതാണ്. ആ വെറുതെ അല്ല, നല്ല ഭംഗിയുണ്ട്. നിനക്കല്ലെങ്കിലേ പണ്ടേ സെലക്ഷൻ ഉണ്ട്. നീ എന്തെടുത്താലും നല്ല രസമായിരിക്കും. ഞങ്ങളൊക്കെ പണ്ട് എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പില്ലേ, പെൻസിലൊക്കെ എടുക്കുമ്പോൾ പൊട്ട പെൻസിൽ എടുക്കും, പക്ഷെ ഇവള് നല്ല കളറൊക്കെ ഉള്ള പെൻസിലൊക്കെ എടുക്കുള്ളായിരുന്നു ആ പൈസക്ക്. നല്ല രസമുണ്ട് എന്തായാലും. പണ്ട് നമ്മൾ സ്കൂളിൽ നടന്നു പോകുമ്പോഴേ പുറത്ത് ആൾക്കാർക്ക് കുടിക്കാൻ വേണ്ടി ഒരു കൂജ പോലത്തെ ഒരു സാധനത്തിൽ വെള്ളം വെക്കുമായിരുന്നില്ലേടി? നമ്മളൊക്കെ എന്തോരം വെള്ളം കുടിക്കുമായിരുന്നില്ല അതിൽ നിന്ന് എടുത്തിട്ട്. എനിക്കിത് കണ്ടപ്പോൾ അതാണ് ഓർമ്മ വന്നത്. അന്നത്തെ ആ വെള്ളത്തിൻ്റെ തണുപ്പും രുചി പിന്നെ വേറൊരു വെള്ളത്തിനും കിട്ടിയിട്ടില്ല ഇതുവരെ. പിന്നെ പച്ചവെള്ളത്തിനല്ലേ രുചി. ആഹാ,
ഈ വശത്തും ക്ലോക്ക് ഉണ്ടല്ലേ, സമയം കാണാൻ പറ്റുമല്ലേ? ഞാൻ അവിടെ ഇരുന്നപ്പോ കണ്ടായിരുന്നു, ഇവിടെ അവിടെയും കാണാം. നല്ല രസമുണ്ട് കേട്ടാ, ഞാൻ ആദ്യമായിട്ട് ഇത് കാണണേ. ആ അതെ അതെ. എല്ലാ സാധനങ്ങളും മേടിച്ചു കഴിഞ്ഞോടി? മേടിച്ചു തരാൻ വേണ്ടിയാണോ സിമി മോളെ? അങ്ങനെയാണെങ്കിൽ ഒരു AC മതിയിട്ടാ, അത് എൻ്റെ മുറിയിലോട്ടേ. അമ്മ തമാശ പറയുന്നാണല്ലേ? അല്ലല്ല, ഞാൻ ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. എല്ലാ ലൈറ്റും നല്ല ഭംഗിയുണ്ട് കാണാൻ, എല്ലാത്തിനും ഒരു വെറൈറ്റി ലുക്ക് ഉണ്ട്, കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒന്നും. ഞങ്ങള് വീട് പണി തുടങ്ങിയപ്പോൾ തന്നെ ഈ വീടിൻ്റെ ഉള്ളിൽ വെക്കേണ്ട സാധനങ്ങളെ പറ്റിയൊക്കെ ആലോചിച്ചൊക്കെ വെച്ചായിരുന്നു. അങ്ങനെ വീട് പണി പകുതി കൂടുതലായപ്പോൾ തന്നെ പിന്നെ ഓരോ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇതാക്കിയതായതെല്ലാം. എന്നാണ് ഇനി നിന്റെ ചേട്ടൻ വരുന്നപ്പോ? ചേട്ടൻ 2 മാസം കഴിയുമ്പോൾ വരുമായിരിക്കും. കൊള്ളാല്ലേ, നല്ല ഭംഗിയുണ്ട്. എടാ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണേ. അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഫിലാഡൽഫിയയിലുണ്ട്, അവളെ കൊണ്ട് അവിടെ നിന്ന് മേടിപ്പിച്ചതാണ് ഞാനത്. ആ ഏത് ഫ്രണ്ടാണ്ടാ? ഇവളുടെ എല്ലാ ഫ്രണ്ടിനെയും നീ അറിയോ? അമ്മ ഒന്നും മിണ്ടാതിരുന്നേ. അല്ല അറിയത്തില്ല, ഞാൻ ചുമ്മാ ചോദിച്ചതാ. എടി നിനക്കറിയാം, നമ്മുടെ ഒപ്പം 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സുസ്മിത, അവളിപ്പോൾ ഫിലാഡൽഫിയയിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു സാധനം മേടിച്ചുകൊണ്ട് വരുമെന്ന് ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ച്. അപ്പോൾ അവൾ മേടിച്ചുകൊണ്ട് വന്നാ, അവളാണെങ്കിൽ പൈസയും മേടിച്ചില്ല. അതുകൊണ്ട് തന്നെ അവളെ പാർപ്പിന് വിളിക്കേണ്ട വന്നു. ആ ഈ ഡൈനിങ് ടേബിൾ എന്താണ് ഇങ്ങനെ? ഇത് പുതിയ രീതിയിൽ ചേട്ടൻ ചെയ്യിപ്പിച്ചതാണ്. ചേട്ടനാണെങ്കിൽ കസേര വെളിയിൽ കാണുന്നത് ഇഷ്ടമല്ല, അപ്പോൾ ഇങ്ങനെ ഓൺലൈനിലൊക്കെ നോക്കി നോക്കി കണ്ടുപിടിച്ച് ഇവിടെ ഒരാളെ ഇരുത്തി ചെയ്യിപ്പിച്ചതാണ്. കസേര കൊള്ളാല, ഞാൻ ഇതേപോലത്തെ ഡൈനിങ് ടേബിളൊക്കെ ആദ്യമായിട്ടാണ് കാണണേ, നല്ല ഭംഗിയുണ്ട്. പൈസ കൊടുത്താൽ എന്തും കിട്ടും സിമി ഈ കാലത്ത്. ഇപ്പം ഞങ്ങളുടെ കാര്യം തന്നെ എടുത്തോ, നമ്മളുടെ വാർപ്പിന് ഒരു മനുഷ്യന് ഒരു നല്ല സാധനം തന്നില്ല, പാത്രങ്ങൾ അതും ഇതൊക്കെ. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത്, പിറ്റേ ദിവസം തന്നെ പോയി സകലമാന സാധനങ്ങൾ മേടിച്ച്. അപ്പം എന്തായി, പൈസ ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. നിങ്ങളൊരു തറ കെട്ടിയിട്ടിട്ട് കുറേ ആയല്ല, പണിയൊന്നും ആയില്ലേ? പണിയണമ്മേ, ഞങ്ങൾക്കും ഇതേപോലെ ഒരു കുഞ്ഞു വീട്. പൈസ അങ്ങനെ ശരിയാവാത്തതുകൊണ്ടാണ് പണിയാണ്ട് ഇങ്ങനെ വെച്ചേക്കണതേ. പിന്നെ അനിയത്തിയുടെ കല്യാണമാണ് പറഞ്ഞില്ലേ, അനിയത്തിയുടെ കല്യാണമാണ്. ഇനിയിപ്പോൾ അതിന് സർവ്വചെലവ് ഞങ്ങൾ തന്നെ എടുക്കേണ്ട വരുമല്ല. അപ്പം പിന്നെ ആ സ്ഥലം പണയം വെച്ചിട്ട് അവളുടെ കല്യാണം നടത്താമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നിൻ്റെ ഒരവസ്ഥയെ ഞാൻ എപ്പോഴും ആലോചിക്കും സിമി മോളെ. ജീവിച്ചിരുന്ന വീട്ടിലും സമാധാനവും സ്വസ്ഥതയോ ഒന്നും ഉണ്ടായിരുന്നില്ല, അത് ആയിരത്തിലൊഴിഞ്ഞിട്ടൊരു നേരവും ഉണ്ടായിരുന്നില്ല. കെട്ടിക്കയറി ചെന്ന വീട്ടിലും ഇത് തന്നെ. ഓ, നിന്നെപ്പോലെ അനുഭവിക്കണ ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ, അത് നീയാണ്. എൻ്റെ മോളുടെ കാര്യം തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നല്ലൊരു ചെറുക്കനെ അവൾക്ക് കിട്ടി, അതുകൊണ്ട് എന്താ അവളുടെ ജീവിതം രക്ഷപ്പെട്ട്. ശരിക്കും പറഞ്ഞാലേ ജീവിതത്തിൽ നമ്മുടെ കല്യാണമാണ് നമ്മുടെ ടേണിങ് പോയിന്റ്. കല്യാണം കഴിക്കുന്ന ചെക്കൻ നല്ലതാണോ, നമ്മുടെ ജീവിതം രക്ഷപ്പെടും. ഇല്ലെങ്കിൽ ദുരിതം അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ രണ്ടുപേരും പ്രേമിച്ചല്ലേ കല്യാണം കഴിച്ചത്? ഇവളാണെങ്കിൽ നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച്, നീ ഒരു കൂതറിനെ കണ്ടുപിടിച്ച്. കാശിലൊന്നൊരു കുറവ് മാത്രമേ ഉള്ളൂ അമ്മേ ചേട്ടന്. എന്നെയും മോനെയും പൊന്നു പോലെയാണ് ചേട്ടൻ കൊണ്ടു നടക്കണത്. കാശില്ലാത്തതേ ഏറ്റവും വലിയ കുറവാണ് ഈ കാലഘട്ടത്തിൽ. സ്നേഹം കുക്കറിലിട്ട് വേവിച്ചാൽ ചോറാവൂലല്ല. നീ അവിടെ ഇരിക്കുക, ഞാൻ കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കാം. അച്ഛനും അമ്മയൊക്കെ സുഖമായിട്ടിരിക്കണോ മോളെ? ആ സുഖമായിട്ടിരിക്കണം അമ്മേ. അച്ഛൻ ഇപ്പോഴും ഡയാലിസിസ് ചെയ്യുന്നുണ്ടാ? ആ ഉണ്ട്, മാസത്തിൽ ഇപ്പോൾ 2 പ്രാവശ്യം ചെയ്യണം. പുള്ളി എങ്ങനെ ജീവിച്ചിരുന്ന മനുഷ്യനാണെന്നറിയോ? എന്തോരം പറന്നെല്ലായിരുന്നു ഒരു മാസം അവരുടെ വീട്ടിൽ വന്നത്. കവുങ്ങ് വേറെ, തെങ്ങും തോപ്പ് വേറെ. അയ്യോ, ഞാൻ എൻ്റെ അമ്മയുടെ ഒപ്പം അവിടെ പണിക്ക് പോവായിരുന്നു, തേങ്ങ പറക്കാനും കൊപ്ര ഉണക്കാനൊക്കെ. അങ്ങനെ പോയി കുറേ കാലം കഴിഞ്ഞപ്പോൾ പുള്ളി കള്ളുടി തുടങ്ങി. കള്ളുടി തുടങ്ങിയോടുകൂടി പുള്ളിയുടെ ജീവിതം നശിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ല.
അത് കഴിഞ്ഞ് ഓരോന്നായ തെങ്ങും തോപ്പും കവുങ്ങും തോപ്പൊക്കെ വിറ്റ് 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 അവസാനം ഒരു വാടക വീട്ടിലോട്ട് മാറി. അന്നേരം എന്നെ കല്യാണം ആലോചിച്ച് വന്ന് പുള്ളി. ഞാൻ പറഞ്ഞു കള്ളുടിയാണ് എനിക്ക് വേണ്ടാന്ന്. അതുകൊണ്ട് എൻ്റെ ജീവിതം രക്ഷപ്പെട്ട്. എപ്പോഴും ഞാൻ ആലോചിക്കും ആ ഒരു തീരുമാനം എൻ്റെ നല്ലതായിരുന്നു. ആ എന്ത് പറയാനാണ് അമ്മേ, ഓരോരുത്തരുടെ തലയിൽ വിരിച്ചാലേ നടക്കുള്ളൂ. ഏയ് കുറേയൊക്കെ നമ്മുടെ കയ്യിലിരിപ്പിൻ്റെയാണ് മോളെ. അല്ലാതെ എല്ലാം വിധീനെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇപ്പം നിനക്ക് തന്നെ പ്രേമിച്ചപ്പോൾ ഒരു നല്ലൊരുത്തനെ ജോലിയുള്ളൊരുത്തനെ നോക്കി പ്രേമിക്കായിരുന്നില്ലേ? എടി തിളപ്പിച്ച വെള്ളമാണ് എടുത്തതേ. ഫ്രിഡ്ജിൽ വെള്ളത്തിന് തണുപ്പില്ല. അപ്പം സ്കോഷ് കളിക്കിയിട്ട് കാര്യമില്ല. തണുപ്പില്ലാത്ത വെള്ളത്തിൽ കളിക്കുക എങ്ങനെയാണ് കുടിക്കുക? അതാണ് എടുത്തത് കേട്ടോ. എന്നാ മതി മതി, ഇത് മതി. എനിക്ക് സ്ക്വാഷൊന്നും വലിയ താല്പര്യമില്ല. ഇങ്ങനത്തെ ചൂടുവെള്ളമാണ് ഇഷ്ടം. എന്നാ മോനെ മുട്ടിക്കാണ്ട് കുടിക്കും. മോനെ അങ്ങനെ ചെയ്യല്ലേ മോനെ, സെറ്റ് ചീത്താവും അല്ലേടി? ആ അതെ അതെ. ആ ആ അത് തന്നെ. അയ്യോ മോനെ അങ്ങനെ ചെയ്യല്ലേ. ഇതേതാണ് മോനെ ഇട്ടോയി? ഇത് തുമ്പി തന്ന എനിക്ക്. ആണോ? ഞാൻ അവളോട് ചോദിക്കാല്ല തുമ്പാ. മോളിത് കൊടുത്തതാണോ അവന്, അല്ലെങ്കിൽ അവൻ അത് എടുത്തതാണോ മോൻ്റെ? ആ അതെ, ഞാൻ ചേട്ടന് കൊടുത്തേണ് അമ്മാമേ. ആ അതൊരു നല്ല സാധനമായിരുന്നല്ലേ, എന്തിനാണ് അവന് കൊടുത്തത്? എൻ്റെ അടുത്ത് ഇങ്ങനത്തെ 3 ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചേട്ടന് കൊടുത്തത്. എന്നാലും അത് മോക്ക് കളിക്കാൻ നല്ല സാധനമായിരുന്നു. മോനെ ഇത് തുമ്പിക്ക് ആവശ്യമുള്ള സാധനമാണ് കേട്ടോ. ഇതവിടെ വെച്ചോ, കൊച്ചിന് വേണ്ട. ഇവൻ്റെ അടുത്ത് ഉണ്ട് ഇങ്ങനത്തെ വേറെ കുറേ ഉണ്ട് വീട്ടിൽ. എന്നാ ഞാൻ ഇറങ്ങട്ടെടി, പിന്നെ വരാട്ടാ. ആ അതായിരിക്കും നല്ലത്. ഞങ്ങൾക്കിപ്പേ ഒരു സ്ഥലം വരെ പോകാനുണ്ട്, ഇപ്പം തന്നെ പോകണം. ശരി എന്നാ. അയ്യോ ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിരുന്നു. വീട് വാർപ്പിനെ വിളിക്കാത്തതുകൊണ്ട് ഞാനത് കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചിരുന്ന. ഇത് എൻ്റെ വക ഗിഫ്റ്റാണ്. എന്നാ ഓ കൃഷ്ണൻ്റെ വിഗ്രഹം നല്ല ഭംഗിയുണ്ട്. താങ്ക് യു ഡി. നിനക്കിഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം, നീ വലിയ കൃഷ്ണഭക്തയല്ലേ. നിനക്ക് എന്ത് മേടിക്കുമെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ആദ്യം വന്നത് ഇതാണ്. അതാ ഞാൻ ഇതും കൊണ്ട് വന്നേ. തുമ്പിക്കുട്ടനെ ഞാൻ മറന്നിട്ടില്ല കേട്ടാ. തുമ്പിക്കുട്ടന് ഇത് കപ്പ് കേക്ക് എന്നാ. പിന്നെ അതേ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോയിരുന്നപ്പോൾ നമ്മൾ മിഠായി മേടിക്കുമായിരുന്നില്ലേടി? അത് കണ്ടപ്പോൾ എനിക്ക് നിന്നേനെ ഓർമ്മ വന്നത്. ദേ നിനക്കത് ഞാൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഈ കവറിൽ ഇട്ടേക്കാട്ടാ തുമ്പിക്കുട്ട. എന്നാ നിനക്ക് പണ്ടത്തെ കാര്യമൊക്കെ നല്ല ഓർമ്മയുണ്ടായിരുന്നല്ലേ? ഞാൻ പഴയതൊന്നും മറന്നിട്ടില്ല മോളെ. നമ്മൾ ഒരുമിച്ച് സ്കൂളിലോട്ട് നടന്നു പോകുമ്പോൾ അമ്പലത്തിൻ്റെ വാതിക്ക് വെച്ച് നീ എപ്പോഴും പണ്ട് പറയുമായിരുന്നു, ഞാനൊരു വീട് പണിയണമെങ്കിൽ അവിടെ എനിക്ക് കൃഷ്ണൻ്റെ വിഗ്രഹം വെക്കണമെന്ന്. ഇവിടെ വന്നപ്പോൾ ഞാനിവിടെയൊക്കെ നോക്കിയപ്പോൾ ഇത് കണ്ടില്ല. അപ്പം എനിക്ക് സന്തോഷമായി. നിനക്ക് ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റ് ഇഷ്ടപ്പെടുമല്ല. സോറി എടി, വേറെ ആരെയും പുറത്തൊന്നും വിളിച്ചില്ല, അതുകൊണ്ടാണ് നിന്നെയും വിളിക്കാഞ്ഞത്. അയ്യോ അത് കുഴപ്പമില്ല. സുസ്മിതയുടെയും കവിതയും പ്രിയയും രചനയൊക്കെ സ്റ്റാറ്റസ് ഇട്ടായിരുന്നേ നിൻ്റെ വീട് വാർപ്പിന് വന്നിട്ട് നിൽക്കണത്. അവരെയൊക്കെ വിളിച്ചപ്പോൾ കുഴപ്പമില്ല, എന്നെ മറന്നുപോയതായിരിക്കും. ഈ തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെയാ ഓർക്കുക? ഞാനും വിചാരിച്ചു നീ മറന്നുപോയത് തന്നെ ഇരിക്കുമെന്ന്. അത് കുഴപ്പമില്ലടി, എന്തായാലും ഞാൻ വന്നില്ലേ, കുഴപ്പമില്ല. അവർ വന്നായിരുന്നു നിന്നെ വിളിക്കാനേ. എൻ്റെ കയ്യിൽ നിൻ്റെ പഴയ നമ്പറേ ഉണ്ടായിരുന്നുള്ളൂ, അതാ വിളിക്കാൻ. പഴയ നമ്പർ തന്നെയാണ് ഞാനിപ്പോഴും ഉപയോഗിക്കണേ. ആണോ? ശരി എന്നാടി, ഇറങ്ങട്ടെ. ശരി അമ്മേ, ഇറങ്ങട്ടെ കേട്ടാ. അവനേ പുറത്തോട്ട് പോയി. ശരി. ഓ അമ്മേ ആകെ നാണക്കേടായല്ലോ അമ്മേ. അവളെ കൂടി വിളിച്ചാൽ മതിയായിരുന്നു. എന്തിനി?
നിന്റെ സ്റ്റാറ്റസ് എവിടെ കിടക്കണം? ആ അവളുടെ സ്റ്റാറ്റസ് എവിടെ കിടക്കണം? അപ്പം അവളെ വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. എന്നാലും ഒരെന്നാലും ഇല്ല. നീ ആ വാതിലങ്ങ് കിടക്കാൻ നോക്ക്. ഞാൻ ഒന്ന് കിടക്കട്ടെ, നാട് പിന്നീട്ട് വയ്യ. ആ പെണ്ണിനെ പിടിച്ച് കിടത്തി അതിനെ ഉറക്ക്. ഓ എന്താണമ്മേ എല്ലാവരും നമ്മളോട് ഇങ്ങനെ കാണിക്കണ? നമ്മളുടെ അടുത്ത് കാശില്ലാത്തോണ്ടാണോ? ആയിരിക്കും മോനെ. ഈ കാലത്ത് എല്ലാവർക്കും പൈസയാണ് വലുത്, സ്നേഹത്തിനൊക്കെ രണ്ടാം സ്ഥാനമാണ്. കാശില്ലാത്തോണ്ടാണമ്മേ പാർപ്പിന് ആൻറ്റി നമ്മളെ വിളിക്കാണ്ടിരുന്നു. ആ ചിലപ്പോൾ കാശില്ലാത്തതുകൊണ്ടായിരിക്കും വിളിക്കാതിരുന്നത്. പക്ഷെ നമുക്കും ഒരു നല്ല സമയം വരും. എൻ്റെ മോൻ വലുതായി പഠിച്ച് മിടുക്കനായി ജോലിയൊക്കെ മേടിച്ചിടുമ്പോൾ നമ്മൾ ഇതിലും വലിയ വീട് വെക്കും. എന്നിട്ട് കാശൊന്നും നോക്കാണ്ട് എല്ലാവരെയും ക്ഷണിക്കും. എന്നാ നമുക്കേ പോണ വഴിക്കൊരു ഉപ്പ് സോഡ കുടിച്ചാലോ?